അങ്ങോട്ട് വെറുപ്പിക്കാൻ പറഞ്ഞു. ഹലോ ഹലോ സുമിത്ര, ആരാണ് വിളിച്ചത്? അറിയില്ല മോനെ, റോങ് നമ്പർ ആണെന്ന് തോന്നുന്നു. നീ എടുത്തോ. ഹലോ, നിന്റെ അമ്മ എന്താ എന്റെ സ്വരം കേട്ട ഉടനെ ഫോൺ വെച്ചത്? ഓ അച്ഛനായിരുന്നു. പക്ഷെ അമ്മ പറഞ്ഞത് റോങ് നമ്പർ ആണെന്നാണല്ലോ. നീ ഫോൺ അമ്മയ്ക്ക് കൊടുത്തു. സോറി അച്ഛൻ, അമ്മയ്ക്ക് ഫോൺ കൊടുക്കാൻ പറ്റില്ല. അത് നിന്റെ അമ്മയ്ക്ക് ഇത് മൗനവ്രതമാണ്. അച്ഛനെ സംബന്ധിച്ചിടത്തോളം അമ്മ ഉപേക്ഷിക്കപ്പെട്ട വസ്തുവല്ലേ, പിന്നെന്തിനാ അന്വേഷിക്കുന്നത്? എന്റെ ഭാര്യയുടെ കാര്യം എപ്പോ എങ്ങനെ അന്വേഷിക്കണമെന്ന് നീയല്ല പറയേണ്ടത്. അത് എന്റെ കടമയും അവകാശമാണ്. കടമ അവകാശമൊക്കെ അച്ഛൻ ഓർമ്മയുള്ള വാക്കുകളായിരുന്നു. നിന്നോട് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. നീ സുമിത്രയ്ക്ക് ഫോൺ കൊടുത്തു. അമ്മയ്ക്ക് സംസാരിക്കാൻ താല്പര്യമില്ല, പിന്നെന്തിനാ ഫോൺ കൊടുക്കുന്നത്? പ്രതീഷ്, ഞാൻ സംസാരിക്കാം. ഹലോ, എന്നെ കൊണ്ട് ഒരാവശ്യവും ജീവിതത്തിൽ ഇല്ലാത്ത ആളില്ലേ നിങ്ങൾ? പിന്നെന്തിനാ നിങ്ങൾ എന്നെ തിരക്കുന്നത്? എന്നോട് സംസാരിക്കാൻ താല്പര്യമില്ലാത്ത ആളിന് ഇപ്പൊ താല്പര്യം എങ്ങനെ ഉണ്ടായി? താല്പര്യത്തിന്റെ കാര്യം എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. നിങ്ങൾ എന്നെ അന്വേഷിക്കേണ്ട കാര്യമില്ല. നിങ്ങളിൽ നിന്നും ഞാൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾക്കൊരു ബാധ്യതയാവരുതെന്നേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. എന്റെ കാര്യം നോക്കി ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചോളാം. ദയവേദി എന്നെ ഉപദ്രവിക്കരുത്. ആരോടായിരുന്നു ഇത്രയും നേരം സംസാരം? അത് ഞാൻ വീട്ടിൽ അമ്മയെന്ന് വിളിച്ചതാ. എന്നിട്ട് സംസാരിച്ചോ? ഇല്ല, ഫോൺ എടുത്തവളാ. നിങ്ങൾക്ക് നാണല്ലേ? അവളുടെ അസുഖം അന്വേഷിക്കാൻ വിളിച്ചിട്ട് അവളുടെ വായിരിക്കുന്നത് കേൾക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? ബോധം കേട്ട് വീണ അവളെ പൊക്കിയെടുത്ത് കാറിൽ കൊണ്ടുപോയതിനു ശേഷം നിങ്ങൾക്ക് ഒരു സമാധാനം ഇല്ലാന്ന് എനിക്കറിയാം. ഹ്യൂമൻ കൺസിഡറേഷൻ, അതുകൊണ്ട് അന്വേഷിച്ചതേ ഉള്ളൂ. അതെന്തോ ആയിക്കോട്ടെ, പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്റെ കൂടെ ജീവിക്കുമ്പോൾ മറ്റൊരു വഞ്ചിയുടെ കാലെടുത്ത് വെക്കാൻ പറ്റില്ല. ഏതെങ്കിലും ഒന്ന് മതി. പരിചയപ്പെടുത്തില്ല അറിയാനായിട്ട് ഞങ്ങൾക്കൊരു ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തനിച്ച് തന്നെ പോണം. കാണാത്ത വൈകിൽ ഇന്ന് രാത്രി 8:30 ഏഷ്യാനെറ്റിലും പിന്നെ എപ്പോഴും ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലും. കാണാത്ത വൈകിൽ പങ്കെടുത്ത സ്റ്റൂഡിയോ ആൻഡിസിലേക്ക് ഓസിനിയൊരു കവലയല്ല. 96th ആനിവേഴ്സറി സൂപ്പർ സർപ്രൈസസ്. ഡൗൺലോഡ് കേരള മാട്രിമോണിയ ജോസ്കോ ജുവലേഴ്സ്. സൂര്യൻ, സച്ചിൻ മാച്ചിന് മുമ്പ് നാണയമിടാറുണ്ട്. താങ്കളെ ജയിക്കൂ സച്ചിൻ. നാണയം താങ്കൾ പണ്ടേ സമ്പാദിച്ചിട്ടുണ്ട്. ശരിയായ നാണയം താങ്കളാണ് സമ്പാദിക്കുന്നത്.
അവതരിപ്പിക്കുന്നു ലൂമിനസ് സോളാർ. സോളാർ കൊണ്ട് പണം ലാഭിക്കൂ, വരൂ ഇന്ത്യ, വൈദ്യുതി ഉണ്ടാക്കൂ. സന്തോഷം. തുണിയുടെ ഉപയോഗം മകൾക്ക് ഹൈജീൻ നൽകില്ല. നനവ് കൊണ്ട് ഇൻഫെക്ഷന്റെ പേടിയുമുണ്ട്. അതുകൊണ്ട് വിസ്പർ ചോയ്സ് അൾട്രാ എക്സൽ ഇത് നൽകും കറയിൽ നിന്നും 100% വരെ സംരക്ഷണം. കാരണം ഇതിന്റെ മാജിക് ജെൽ നനവ് ഉള്ളിൽ നിന്നും ലോക്ക് ചെയ്ത് ഹൈജീനിക് സുരക്ഷ നൽകുന്നു. അതുകൊണ്ടാണ് വിസ്പർ ഡോക്ടർമാരുടെ നമ്പർ 1 ബ്രാൻഡായത്. വിസ്പർ ചോയ്സ് വെറും 30 രൂപ മുതൽ. പനിക്കുരുത്തിൽ നിന്ന് അതിവേഗം ആശ്വാസം നേടൂ. സെൻസോഡൈൻ റാപ്പിഡ് റിലീഫിനോടൊപ്പം 50 സെക്കൻഡിൽ പ്രവർത്തിക്കുന്നു. കോവിഡ് അതിനോടൊപ്പം വന്ന ലോക്ക്ഡൌൺ ഇങ്ങനെ ഭീതിജനകമായ വലിയൊരു സാഹചര്യത്തിന് ശേഷം നമ്മൾക്ക് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വന്നിരിക്കുകയാണ്. SMS ഒരിക്കലും മറക്കാതിരിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എങ്കിലും ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. സാനിറ്റൈസർ, മാസ്ക്, സോഷ്യൽ ഡിസ്റ്റൻസിങ്. കഴിവതും വെള്ളവും സോപ്പും ഉപയോഗിച്ച് കൈകൾ വൃത്തിയാക്കുക. അല്ലാത്ത പക്ഷം മാത്രം സാനിറ്റൈസർ യൂസ് ചെയ്യുക. തീർച്ചയായിട്ടും കോവിഡ് നിബന്ധനകളെല്ലാം പാലിച്ചു തന്നെ നമ്മൾ ഒരു സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിപ്പോകും എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. ഡബിൾ ഹോസിന്റെ ഡബിൾ റോസ്റ്റഡ് റവ 20% എക്സ്ട്രാ, 20% മോർ ടേസ്റ്റ്. ഇതാണ് നല്ല റവ. പണി പാളിയോ? എന്ത് ചെയ്യാനടാ, അടിച്ചിട്ട് ഒരു വർഷമായില്ല. അയ്യോ പണി പാളിയോ? പായൽ കൂട്ടൽ മണ്ണൽ വന്ന് കോളമായല്ലോ. ഡീഗോ മറഡോണ 2012 കേരളത്തിൽ വന്നപ്പോൾ, കണ്ണൂരിൽ വന്നപ്പോൾ താമസിച്ച റൂമാണിത്. കണ്ണൂരിലെ ബ്ലൂ നൈൽ ഹോട്ടലിലെ 309 നമ്പർ റൂമാണിത്. ഈ റൂമിലാണ് 2 ദിവസം മറഡോണ താമസിച്ചത്. ഈ റൂം ഇപ്പോഴും 8 വർഷങ്ങൾക്കിപ്പുറവും ഈ റൂം മറഡോണയുടെ ഒരു ഓർമ്മയായി അതുപോലെ തന്നെ സൂക്ഷിച്ചിരിക്കുകയാണ്. മറഡോണ സ്യൂട്ട് എന്നാണ് ഈ റൂമിന് കൊടുത്തിരിക്കുന്ന പേര്. ഇത്തരത്തിൽ ഒരു പ്രത്യേക റൂമായി തന്നെ നിലനിർത്തിയിരിക്കുകയാണ്. അന്ന് മറഡോണ ഉപയോഗിച്ച സാധനങ്ങളടക്കം, അന്ന് മറഡോണ വന്നപ്പോഴുണ്ടായിരുന്ന എടുത്ത ഫോട്ടോസ് അടക്കം എല്ലാം തന്നെ ഇവിടെ ഫ്രെയിം ചെയ്ത് കൃത്യമായി തന്നെ സൂക്ഷിച്ചിരിക്കുകയാണ്. അതായത് മറഡോണ ഉപയോഗിച്ച പാത്രങ്ങൾ, മറഡോണ ഉപയോഗിച്ച ബെഡ്ഷീറ്റുകൾ, അങ്ങനെ തുടങ്ങി എല്ലാ സാധനങ്ങളും മറഡോണയുടെ ഓർമ്മകൾക്ക് വേണ്ടി ഇത്തരത്തിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. 2012 ഒക്ടോബർ 23, 24 ദിവസങ്ങളിലാണ് മറഡോണ ഈ റൂമിൽ താമസിച്ചത്. അന്ന് വലിയൊരു ജനാവലിയാണ് മറഡോണയെ കാണാൻ വേണ്ടി കണ്ണൂരിലെത്തിയത്. അന്ന് ഈ ഹോട്ടലിൽ 2 ദിവസം ഉണ്ടായിരുന്നു. ഈ ഹോട്ടലിൻ്റെ ഉടമ കൂടിയായ രവീന്ദ്രൻ നമ്മളോടൊപ്പം ചേരുന്നു. എങ്ങനെയായിരുന്നു അന്ന് മറഡോണയുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഓർമ്മകൾ? മറഡോണ വരുന്നത് എന്നുള്ളത് തന്നെ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ആദ്യം. അപ്പോൾ ഇവിടെ ഈ മറഡോണ വരുന്നതെന്നുള്ളത് അവരൊരു 12 ആൾ സെക്യൂരിറ്റി വന്നു. അവർ ഈ മറഡോണയുടെ സെക്യൂരിറ്റിക്ക് ഞങ്ങൾ വന്നു. ഞങ്ങൾ ഹോട്ടലൊക്കെ ചെക്ക് ചെയ്തു. അപ്പോൾ ചെറിയൊരു സെക്യൂരിറ്റിക്ക് പോരാ, കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞാൽ അവരൊരു ലിസ്റ്റ്, ഒരു പ്ലാന് തന്നു ഞങ്ങൾക്ക്. ആ പ്ലാന് പ്രകാരം ഞങ്ങളെ ഹോട്ടൽ പ്രകാരം ചെയ്തപ്പോൾ പിന്നെ വീണ്ടും വന്നിട്ട് ഒരു 3 മാസം കൂടി ചെയ്ത് പൂർത്തിയപ്പോൾ അവർ വീണ്ടും വന്ന് സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞപ്പോൾ സെക്യൂരിറ്റി ഓക്കെയാണ്. അപ്പോൾ അന്നാണ് പറയുന്നത് ഇവിടെ മറഡോണ വന്ന് താമസിക്കുക. ആരും ഒരു VIP താമസിക്കുന്നുണ്ട് മാത്രമേ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളൂ. മറഡോണ വന്ന് താമസിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡേറ്റ് അടുത്തിരും. അങ്ങനെ ഒരു മാസം കഴിഞ്ഞപ്പോഴാണ് ഡേറ്റ് 23, 24 ഒക്ടോബർ 2012 ഞങ്ങൾക്ക് അറിയിച്ചത്. അത് ആ വിവരം കിട്ടി അന്ന് മുതൽ തന്നെ ഞാൻ വളരെയധികം സന്തോഷവും ഞങ്ങളൊരു ദൈവം ഞങ്ങളുടെ ഹോട്ടലിൽ വന്ന് താമസിക്കുന്നു എന്നുള്ള ഒരു അനുഭൂതി, ആ ഒരു ഇതാണ് എൻ്റെ മനസ്സിൽ വന്നത്. അങ്ങനെ അദ്ദേഹം ഇവിടെ വന്ന് വളരെ സന്തോഷവാനായിരുന്നു. വന്നു, അദ്ദേഹത്തിന് ബൊക്ക എടുത്തു, പൊന്നാടി അണിയിച്ചു. അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ ഒരു മണിക്കൂറോളം രാവിലെ തന്നെ ചിലവാക്കി. അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിൻ്റെ മെനു തന്നു. ആ മെനു പ്രകാരം ഞാൻ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി റഷ്യൻ ഒരു കിച്ചണിൽ ഫുഡ് ഉണ്ടാക്കിയ ഒരാളെ കൊണ്ടുവന്നു. റഷ്യൻ സലാഡാണ് അദ്ദേഹത്തിൻ്റെ മെയിൻ ഭക്ഷണം. ആ റഷ്യൻ സലാഡും അങ്ങനെയുള്ള പല വിഭവങ്ങളും ഉണ്ടാക്കി കൊടുത്തു. വളരെയധികം ഇഷ്ടപ്പെട്ടു. അതിൽ
ഫുഡ് നല്ലതാണെന്നുള്ളതിന് കയ്യൊപ്പടക്കം അദ്ദേഹം തന്നു. അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം പിന്നെ ഒരുപാട് ബോൾ എന്നെ വളരെ ഇഷ്ടപ്പെട്ടു. എനിക്ക് ഒരു 5-10 ബോളിൽ അദ്ദേഹം സൈൻ ചെയ്ത് തന്നു. അപ്പോൾ അങ്ങനെ വളരെ നല്ല ഒരു ദേഷ്യക്കാരനാണെങ്കിലും വളരെ ദേഷ്യവും സ്നേഹവും ഒന്നിച്ച് പ്രകടിപ്പിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിൻ്റെ നിര്യാണം ഇന്നലെ രാത്രി അറിഞ്ഞതോടുകൂടി ഞാൻ വളരെ ഞെട്ടലായി ഉള്ളത്. അപ്പോൾ അദ്ദേഹം താമസിച്ച റൂം ഇപ്പം ഇനിയിപ്പോൾ ഞങ്ങളിപ്പോൾ എന്നാലും 1 മാസം 3-4 ആൾക്കാർ ഈ റൂമിൽ മറഡോണ സൂട്ട് അന്വേഷിച്ച് വരുന്ന ആൾക്കാർ ഉണ്ടായിട്ടുണ്ട് ഈ 8 കൊല്ലത്തിലേക്ക്. ഈ റൂമിൽ എന്തൊക്കെയാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്കായി? അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് അയാൾ സ്പർശിച്ച എല്ലാ സാധനങ്ങളും, അയാൾ എന്തൊക്കെ ഈ 2 ദിവസം കൊണ്ട് എന്തൊക്കെ സാധനങ്ങൾ തൊട്ടിട്ടുണ്ടോ, എന്തൊക്കെ സാധനങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടോ, അതൊക്കെ ഞങ്ങൾ ഫ്രെയിം ചെയ്ത് വെക്കാൻ പറ്റുന്നതൊക്കെ ഞങ്ങൾ ഈ റൂമിൽ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. അയാൾ ഉപയോഗിച്ച പാത്രങ്ങൾ, ഭക്ഷണം കഴിച്ച ഗ്ലാസ്സുകൾ, ഫോർക്ക്, സ്പൂണ്, പ്ലേറ്റ്, അങ്ങനെ ബെഡ്ഷീറ്റ്, പിന്നെ ബാത്റൂം ആക്സസറീസ് ഒക്കെ ഞങ്ങൾ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. തീർച്ചയായും അതെ, മറഡോണയുടെ ഓർമ്മകളുള്ള ഒരു റൂമാണിത്. ഈ റൂം അന്വേഷിച്ച് ഇപ്പോഴും മറഡോണയുടെ ആരാധകർ ഇപ്പോഴും എത്തുന്നുണ്ട്. ഇനി അദ്ദേഹത്തിൻ്റെ ഒരു മ്യൂസിയമായി ഈ റൂം നിലനിർത്തണമെന്നാണ് ഉടമയായ രവീന്ദ്രൻ്റെ ആഗ്രഹം. എന്തായാലും മറഡോണയുടെ 8 വർഷങ്ങൾക്കിപ്പുറവും കേരളത്തിൽ മറഡോണ വന്ന